പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി കെ.ടി. ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി.ബി.സി. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ.സി.ബി.സി. വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി. സജി ചെറിയാനും കെ.ടി. ജലീലും ഒരേ നിഘണ്ടുവാണ് ഉപയോഗിക്കുന്നതെന്നും വിമർശനം. കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്. വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അഭ്യസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പ്രദീപ് ജോസഫ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന്, പിന്നെ BJP നേതാക്കളുടെ ഗൃഹസന്ദർശനം, അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നല്ലോ സജി ചെറിയാനും കെ.ടി. ജലീലും ഒക്കെ രംഗത്തെത്തിയത്. അതിനെ ഏത് ഭാഷയിലാണ് കെ.സി.ബി.സി. വിമർശിക്കുന്നത്? അതിനെ നിലവിലത്തെ സാഹചര്യത്തിൽ എങ്ങനെ കാണണം? പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർ ആരും മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. വിരുന്ന് ആസ്വദിച്ച് ബിഷപ്പുമാർ തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കാതിരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് രൂക്ഷമായ പ്രതികരണവുമായാണ് കെ.സി.ബി.സി. വക്താവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് പറഞ്ഞില്ല എന്ന് മന്ത്രി സജി ചെറിയാനോട് ആരാണ് പറഞ്ഞത് എന്ന് കെ.സി.ബി.സി. ചോദിക്കുന്നു. അതല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിരുന്നിൽ പറയേണ്ട ഒന്നാണോ മണിപ്പൂർ വിഷയം എന്നുള്ള ചോദ്യവും കെ.സി.ബി.സി. ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഔദ്യോഗികമായി ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ വില തിരിച്ചറിഞ്ഞ് വേണം പ്രതികരിക്കാൻ. അതനുസരിച്ച് മിതമായ വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് കെ.സി.ബി.സി. ചൂണ്ടിക്കാട്ടുന്നത്. വിമർശനങ്ങൾ ആവാം, പക്ഷേ ആ വിമർശനങ്ങളുടെ സമയത്ത് തന്നെ മാന്യമായ ഭാഷ ഉപയോഗിച്ചായിരിക്കണം വിമർശനം എന്നും കെ.സി.ബി.സി. വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറയുന്നു. മന്ത്രി സജി ചെറിയാനെ മാത്രമല്ല മുൻമന്ത്രി കെ.ടി. ജലീലിനെയും കെ.സി.ബി.സി. വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലാരിവട്ടം POCയിൽ വിവിധ സമുദായ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി കെ.സി.ബി.സി. ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരുന്നു. ഈ വിരുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. BJP നേതാക്കളും CPI CPM നേതാക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇത്തരമൊരു വിരുന്നിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് മുൻമന്ത്രി കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ടാണ് കെ.ടി. ജലീലിനും ഒപ്പം സജി ചെറിയാനുമെല്ലാം ഒരേ നിഘണ്ടുവായിരിക്കാം ഉപയോഗിക്കുന്നത്. പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന നിഘണ്ടുവായിരിക്കാം, അതിലെ പദങ്ങളായിരിക്കാം ഇവർ ഇരുവരും ഒരുപോലെ ഉപയോഗിക്കുന്നത് എന്നുള്ള വിമർശനം കെ.സി.ബി.സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും മന്ത്രി സജി ചെറിയാന്റെ ഈ പരാമർശത്തിലുള്ള പ്രതിഷേധവും അമർഷവും ഒക്കെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാനാണ് കെ.സി.ബി.സി. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി.